ഹരഹര മഹാദേവ്, ഹരഹര മഹാദേവ്. നമ്മളിപ്പോൾ സോമനാഥ് അമ്പലത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പം സമയം 1:30. മഹാദേവ ക്ഷേത്രം രാവിലെ തുറന്നു കഴിഞ്ഞാൽ രാത്രി മാത്രമേ അടയ്ക്കാറുള്ളൂ. നമ്മുടെ നാട്ടിലെ രീതിയല്ല ഇവിടുത്തെ. കാരണം നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ മഹാദേവ ക്ഷേത്രമേ ഉച്ച സമയത്ത് അടയ്ക്കും, പിന്നെ വൈകിട്ട് തുറക്കുന്ന സമയത്ത് തുറക്കും. ഇതെങ്ങനെയല്ല. ഈ മഹാദേവ ക്ഷേത്രം, ഈ സോമനാഥ ക്ഷേത്രം രാവിലെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കുന്ന രാത്രിയിൽ മാത്രമേ അടയ്ക്കത്തുള്ളൂ. ഹരഹര മഹാദേവ്, ശംഭോ മഹാദേവ്, ബോലോ ഹരഹര മഹാദേവ്. ഇതാണ്. അകത്തോട്ട് പ്രവേശനമില്ല, മൊബൈലിന് പ്രവേശനമില്ല. അതുകൊണ്ട് ഈ വെളിഭാഗം മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും മഹാദേവ സോമനാഥ് മഹാദേവന്റെ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുകൾ ഭാഗത്ത് അകത്തോട്ട് അല്ലവിടല്ല, അകത്തോട്ട്. ഹരഹര മഹാദേവ്, ഹരഹര മഹാദേവ്, മഹാദേവ ക്ഷേത്രമാണ്. മഹാദേവ സോമനാഥ ക്ഷേത്രമാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മൊബൈല് അകത്തോട്ട് അല്ല, ഇവിടെ അല്ല. ഈ പ്രവേശനത്തി അവിടെ വരെയുള്ളൂ. ഇവിടെ നമ്മൾ മൊബൈൽ ഏൽപ്പിച്ചിട്ട് വേണം പോകുവാൻ, ഉള്ളിലേക്ക് പോകുവാൻ. ഇതാണ് പ്രധാന കവാടമാണ്, മഹാദേവ ക്ഷേത്രമാണ്. മറ്റേ വിശേഷങ്ങളെല്ലാം കാണുക. ഹരഹര മഹാദേവ്. ഏയ് മഹാദേവ്, ഹരഹര മഹാദേവ്, സർവീശ്വര. എല്ലാവർക്കും സർവ്വവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ. സോമനാഥ ഭഗവാന്റെ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇത് 12 ജ്യോതിർലിംഗത്തിലെ ഒരു ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഹരഹര മഹാദേവ്.